ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ നൂൽപുട്ട് ഉണ്ടാക്കുന്നത് പോലെ പൊടിയൊക്കെ വാട്ടി നല്ലപോലെ കുഴച്ച് സേവനാഴിയൊക്കെ ഉപയോഗിച്ച് പ്രസ് ചെയ്തുണ്ടാക്കുന്നത് പോലെ അല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നൂൽപുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ഗ്ലാസ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇടിയപ്പം പത്തിരിപ്പൊടിയൊക്കെ അല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കപ്പ് അല്ലെങ്കിൽ മെഷറിംഗ് ബൗൾ ഏതാണോ അതിനനുസരിച്ച് തന്നെ വേണം നിങ്ങൾ വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1.5 കപ്പ് സാധാരണ വെള്ളമാണ് കേട്ടോ. പറഞ്ഞിട്ടുള്ള അതേ അളവിൽ തന്നെ നിങ്ങൾ പൊടി എടുക്കണം. ആ പൊടിക്ക് അനുസരിച്ചുള്ള വെള്ളം എടുക്കണം കേട്ടോ. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് മാവ് കലക്കിയിട്ടാണ് നൂൽപുട്ട് ചുട്ടെടുക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് വരണമെങ്കിൽ സമയം പിടിക്കും. അപ്പോഴേക്ക് പൊടി നല്ല പോലെ വെന്ത് വരും. അപ്പോൾ ഈ ഒരു പറഞ്ഞ അളവിലുള്ള വെള്ളം തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാതെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇതുപോലെ നമ്മൾ തവി വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പത്തിരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് ഉള്ളത്. വീണ്ടും ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുതെന്ന് പറയാനുള്ള റീസൺ തന്നെ നമ്മുടെ നൂൽപുട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ഒരു അളവിൽ തന്നെ വെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ കൈ വിടാതെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാവ് നന്നായിട്ട് കുറുകി വരുന്നതായിട്ട് കാണാം. ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് കുറുകി വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ എനിക്കിത് അത്യാവശ്യം കുറുകി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ മാവ് കലക്കിയിട്ടാണ് നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ നമ്മൾ സേവനാഴിയിലൊക്കെ പ്രസ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കുന്ന സമയത്തൊക്കെ കൈ വല്ലാതെ വേദനിക്കാറുണ്ട്. അതിനേക്കാൾ ടാസ്ക്കാണ് സേവനാഴിയിൽ അമർത്തുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു റിസ്ക് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഫ്ലെയിം പറ്റ ലോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ പൊടി ആയതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സാധാരണ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ എണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നൂൽപുട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു പാനിൽ നിന്നൊക്കെ എനിക്ക് വിട്ട് പോരുന്നുണ്ട്. നന്നായിട്ട് തന്നെ നമ്മൾ സാധാരണ പൊടി വാട്ടിയെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു മാവ് കലക്കിയത് ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു മാവ് ചൂടാറുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അതല്ലെങ്കിൽ ഈ ഒരു പാനിൻ്റെ ചൂട് കാരണം മാവ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ പൊടി കുഴച്ചെടുക്കുന്ന ഒരു ടാസ്ക് നമുക്ക് ഒഴിവായിട്ട് കിട്ടും. മാത്രമല്ല നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഒരുപാട് കുഴച്ചെടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ സാധാരണ നമ്മൾ പൊടി വാട്ടി കുഴക്കുന്ന രീതിയിൽ തന്നെ തോന്നുന്നുണ്ടാവും. ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. മാത്രമല്ല പൊടി കുഴച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇതേപോലെ നമ്മൾ ഇതാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിത് സേവനാഴി വെച്ചിട്ടല്ല നൂൽപുട്ടാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയുടെ പാക്കറ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് നീറ്റായിട്ടുള്ളൊരു കവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ആട്ടപ്പൊടിയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഉൾവശത്തുള്ള പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ഇതിൻ്റെ സൈഡുകളിൽ ഉൾവശത്തൊക്കെ നല്ലപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ ഒരു കവറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് ആക്കിയിട്ടാണ് ഞാൻ മാവ് പിടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആ കോണിലേക്ക് വേണമെങ്കിൽ മാറ്റാം.
പിന്നീട് ഞാനിതിൽ അപ്പം പോലെയുള്ള നൂൽപുട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഓരോ തട്ടിലും ഞാൻ ഇതേപോലെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടാതെ എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അതല്ലെങ്കിൽ ഒരു വാഴയില ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്താലും മതി. റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും മതി. അതിനേക്കാൾ എളുപ്പം നമുക്ക് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതാ ഓരോ തട്ടിലും വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാവ് ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ആട്ടപ്പൊടിയുടെ കവർ ഉണ്ടല്ലോ, അത് ഇതേപോലെ പിടിച്ചതിന് ശേഷം പപ്പടക്കോല് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഹോൾസ് അടുത്തടുത്തായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നൂല് നല്ല പോലെ വലുതാവും. അപ്പോൾ കുഞ്ഞു ഹോൾസായിട്ട് തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഒരുപാട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഹോൾസ് ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗം പിടിച്ചൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഞാനിത് രണ്ടാമത്തെ തവണയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യ തവണ ഉണ്ടാക്കി അത് ശരിയായതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കാണിക്കുന്നത്. ഞാനീ പറഞ്ഞ അളവിൽ നിങ്ങൾ പൊടിയും വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, ഒരു സംശയമില്ല. എന്നിട്ട് ഞാനിതാ അത് വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഒരുപാട് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല പോലെ നമുക്ക് നൂൽപുട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ രണ്ടെണ്ണത്തിൽ ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി 4 തട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4ാമത്തെ തട്ടിലും ഇതേപോലെ ആക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ എല്ലാ തട്ടിലും ഇതേപോലെ നൂൽപുട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ നൂൽപുട്ട് കുക്ക് ചെയ്യുന്ന അത്ര സമയമൊന്നും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് വേണ്ട കേട്ടോ. വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും എണ്ണത്തിലാക്കിയതിന് ശേഷം എനിക്ക് ബാലൻസ് കുറച്ച് മാവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള മാവ് കൂടി ഞാൻ ഈ ഒരു 4 നൂൽപുട്ടിലും കൂടി ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തിക്കായിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി സാധാ ഇഡ്ഡലി ചെമ്പൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു നൂൽപുട്ടായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ പൊടി ഈ ഒരു വെള്ളമൊക്കെ കറക്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാലൻസ് വന്നിട്ടുള്ള പൊടി കൂടി എല്ലാത്തിനും കൂടെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ സേവനാഴിയിലൊക്കെ വെച്ച് നൂൽപുട്ടിടുന്ന സമയത്ത് കുറച്ച് പൊടിയെങ്കിലും നമുക്ക് വേസ്റ്റായിട്ട് പോവാറുണ്ട്. എന്നാൽ ഈ ഒരു രീതിയിലാണെങ്കിൽ ഒട്ടും വേസ്റ്റ് ഇല്ലാതെ നമുക്ക് മുഴുവനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു തട്ടിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ തട്ടിലും ഓരോന്നായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിതാ 4ഉം ഇതേപോലെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഒരു തട്ട് ഇറക്കി വെച്ച് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ നൂൽപുട്ട് കുക്ക് ചെയ്യുന്ന അത്രയും സമയമൊന്നും ഇതിന് വേണ്ട. ഓൾറെഡി നമ്മൾ ആ മാവൊക്കെ കലക്കി പൊടിയൊക്കെ കുറച്ച് വെന്ത് വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതാ ഞാൻ കുറഞ്ഞ സമയം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അത് ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് എനിക്ക് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് പുറത്തേക്ക് എടുത്തിട്ട് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഓരോ തട്ടും പുറത്തേക്ക് എടുക്കുന്നുണ്ട്. നല്ല പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു തട്ടെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണത്. സാധാരണ നമ്മൾ നൂൽപുട്ടുണ്ടാക്കുന്ന സമയമോ കഷ്ടപ്പാടോ ഒന്നും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.